ഹായ് ഫ്രണ്ട്സ്, SB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 1.5 മീറ്റർ ക്ലോത്തിൽ നല്ല ഫ്ലെയർ ആയിട്ടുള്ള എലൈൻ കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ക്രേപ്പാണ്. ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ലൈനിങ് എടുത്തിട്ടില്ല. നിങ്ങളിനി ലൈനിങ് എടുക്കുകയാണെങ്കിൽ ഈ സെയിം അളവ് തന്നെ എടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഈ കട്ട് ചെയ്യുന്ന ആ സെയിം മെത്തേഡിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് 1.5 മീറ്റർ ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കറക്റ്റ് 1.5 മീറ്റർ ഉണ്ടോ എന്ന്. ഇതിപ്പം 1.5 മീറ്ററിൻ്റെ ടേപ്പാണ്. കറക്റ്റ് 1.5 മീറ്റർ ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ഇഞ്ചാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി വരുന്നത്. ഇത് സാധാരണ മെറ്റീരിയലിൽ നിന്നും കുറച്ച് വീതി കൂടിയ മെറ്റീരിയലാണ്. വീതി കൂടിയ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമുക്ക് കുർത്തിയുടെ ലെങ്തും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്തും ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഈ ഒരു ക്ലോത്തിനെ ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി സൈഡിൽ നിന്നാണ് കുർത്തിയുടെ ലെങ്ത് എടുക്കുന്നത്. 57 ഇഞ്ചായിരുന്നല്ലോ ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി. അപ്പോൾ നമുക്ക് ലെങ്തും ആ 57 ഇഞ്ച് വരെ കിട്ടും. അതിൽ നിന്ന് 42 ഇഞ്ചാണ് ഞാനിവിടെ കുർത്തിയുടെ ലെങ്ത് എടുക്കുന്നത്. 1.5 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്തിട്ട് 42 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് സ്ലീവിന് ഇത്രയും ലെങ്ത് താഴത്തോട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇനിയും ലെങ്ത് കൂടുതൽ എടുക്കാം. അപ്പോൾ താഴത്തോട്ട് എനിക്കിവിടെ 15 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൽ 1/2 ഇഞ്ച് കരഭാഗമാണ് വരുന്നത്, അത് ഞാൻ മാറ്റുകയാണ്. ബാക്കി 14.5 ഇഞ്ചാണ് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ലെങ്ത് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പീസ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴത്തോട്ട് 15 ഇഞ്ചാണ് കിട്ടിയിരുന്നത് അല്ലേ സ്ലീവിന് വേണ്ടിയിട്ട്. ആ 15 ഇഞ്ച് 2-3 അടുത്തായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ക്ലോത്തില്ലേ അത് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗമാണ്, അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് 2 പീസും ചേർന്നിരിക്കുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആ ഒരു സൈഡ് വേണം. ഇനി ഈ ഫോൾഡായിട്ട് വരുന്ന ഭാഗമില്ലേ അവിടെ നിന്നും നമുക്ക് നമ്മുടെ ചെസ്റ്റ് വിട്ട് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 36 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 9 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 10 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ ഒരു സൈഡിലായിട്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡാണ് അല്ലേ, മറ്റത് ഫോൾഡായിട്ട് വരുന്ന ഭാഗമായിരുന്നു, ഇത് ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡാണ്. അവിടെ നമുക്ക് 1 ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഒരു സൈഡ് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് മാത്രം നീക്കി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് 10 ഇഞ്ച്, നമ്മൾ മുകളിൽ 10 ഇഞ്ചല്ലേ നീക്കി മാർക്ക് ചെയ്തത്, ആ 10 ഇഞ്ചിനെ ഇവിടെയും നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ മുകൾ ഭാഗത്ത് ആ മാർക്ക് ചെയ്ത 10 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റില്ലേ, ആ ഒരു പോയിന്റും ഇപ്പം നമ്മൾ താഴെ നീക്കി മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും തമ്മിൽ ചേർത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ 2 പോയിന്റും യോജിപ്പിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതുപോലെ ടേപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്കെയിൽ വെച്ച് കറക്റ്റായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡ് ഞാൻ ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പീസായിട്ട് എടുക്കാം. അത് 2 പീസും കൂടെ ചേർത്തൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു ലൈനില്ലേ, അത് ആ ഒരു ലൈനിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ 2 പീസായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തില്ലേ ഈ ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡിൽ, ആ 1 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 എടുത്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ മറ്റേ പീസിൻ്റെ പുറത്തായിട്ട് വെക്കുമ്പോഴേ ഇത് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി, അല്ലാതെ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇനി ഈ പീസിനെ ഇതുപോലെ തിരിച്ചെടുത്തിട്ട് മറ്റേ പീസിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണം. 1 ഇഞ്ച് ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. കറക്റ്റ് ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ
വെച്ച് കൊടുക്കണം കണ്ടോ ഇതേപോലെ. എന്നിട്ട് ആ 2 പീസും ഒന്ന് ചേർത്ത് പിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആം ഹോളിൻ്റെ ലെങ്തും 6.5 ഇഞ്ചിനെ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ 2 പോയിന്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുത്ത ശേഷം ചെസ്റ്റ് വിഡ്ത്ത് ഇവിടെ 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത് ഇല്ലേ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ആ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റിയൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത് എനിക്കിവിടെ 14 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്ത ശേഷം ആ ഒരു ലൈനിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് അവിടുത്തെ വിഡ്ത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഹിപ്പ് ലെങ്ത് ഞാനിവിടെ 19.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ലെങ്തും അതുപോലെ തന്നെ വിട്ടും മാർക്ക് ചെയ്യാതെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 9.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത 3 പോയിൻറ്റും യോജിപ്പിച്ചൊന്ന് ഇതുപോലെ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ നിന്നും ഞാനിവിടെ 2.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. 2 സൈഡ് ഇറങ്ങിപ്പോകാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സൈഡ് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിട്ട് ഞാനിവിടെ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ചായിട്ട് കിട്ടും. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതുപോലെ ഒന്ന് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്ക് ആം ഹോളും കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കി നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൽ നിന്നും ബാക്ക് പീസ് എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസില്ലേ അതിനെ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മുടെ ആം ഹോളിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതനുസരിച്ചിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ 14.5 ഇഞ്ചാണ് എടുക്കുന്നത്. സീം അലവൻസും കൂടെ ചേർത്തിട്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ടാണ് 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ആം ഹോളിൻ്റെ വിഡ്ത്ത് 9.5 ഇഞ്ച്. എന്നിട്ട് അവിടെ നിന്നും 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു അളവ് നമ്മുടെ കൈയുടെ വണ്ണം അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇനി ഇതുപോലെ മുകളിൽ നിന്ന് ഇതേപോലെ താഴത്തോട്ട് ചെരിച്ച് ഈ നമ്മൾ 4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് 1/2 ഇഞ്ച് ഞാൻ ഉള്ളിലോട്ട് കയറ്റിയും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ റൗണ്ട് 5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 2 പോയിന്റും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ലൈനിൽ കൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി ക്ലോത്ത് വീണ്ടും ഇതുപോലെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെക്കില്ലേ ആ നെക്ക് ഇതിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗവും ആ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗവും ഇതുപോലെ ചേർത്ത് വെക്കണം. കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് ആ നെക്കിൻ്റെ അതേ ഷേപ്പ് തന്നെ ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ ഇതേപോലെ കറക്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ നിന്നും 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ 1.25 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുകളിലോട്ട് കുറച്ച് ക്ലോത്ത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കണ്ടു ഇതേപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ 1 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ നിന്നും 1 ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ആദ്യം നമുക്ക് ഈ പിൻ ചെയ്ത് വെച്ച ആ ഒരു പിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ 2 പീസും കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ 1 ഇഞ്ചാണ് നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ, ആ 1 ഇഞ്ച് ഇതുപോലെ താഴെ വരെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ട് ആ ഒരേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് സെൻറ്ററിൽ ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ട് ഏതുവരെയാണോ ഓപ്പൺ വേണ്ടത് അതുവരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 8 ഇഞ്ചാണ് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ 8 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ നിവർത്തിയെടുക്കാം. ഞാനിവിടെ ബാക്ക് സൈഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പീസില്ലേ 1 ഇഞ്ച് നമ്മൾ കയറ്റി സ്റ്റിച്ച് ചെയ്തത്, അത് 2 സൈഡിലോട്ട് ഇതുപോലെ നിവർത്തി വെക്കണം. ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് ഞാനിവിടെ കണ്ടോ ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഓപ്പൺ കൊടുത്തിട്ടില്ലേ, ആ ഒരു സൈഡും ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം മറു സൈഡും അതുപോലെ തന്നെ ഉള്ളിലോട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ച് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 നെക്കും നല്ല സൈഡ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് 1/2 ഇഞ്ച് ഇറക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ അരികെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 നെക്കിൻ്റെ അരികെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസില്ലേ അതൊന്ന് ഇതുപോലെ നിവർത്തി വെക്കണം. 2 പീസിലും നിവർത്തി വെച്ചിട്ട് ആ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ജോയിൻറ്റ് ചെയ്ത ഭാഗം ബാക്കിലോട്ട് വരുന്ന രീതിയിൽ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്ത പീസ് ബാക്കിലോട്ട് ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസ് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരണം. കണ്ടോ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വലിച്ചൊന്നും പിടിക്കേണ്ട, ജസ്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പിൽ വരുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല നീറ്റായിട്ട് ഇതിനെ കിട്ടും. ഇനി ഇതിന് പകരം സ്റ്റിഫ് വെച്ചോ അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചീത്ത സൈഡ് എടുത്ത ശേഷം ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ 2 പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കയറ്റി കട്ട് ചെയ്തില്ലേ, അത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ വരുന്ന രീതിയിൽ വെക്കണം. ഫ്രണ്ടിൻ്റെയും സെൻറ്റർ ചേർന്ന് വരുന്ന രീതിയിൽ നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ 2ൻ്റെ അരികെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, 2 സൈഡും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുർത്തിയുടെ 2 സൈഡും ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് 2 അരികും ഇതുപോലെ ചേർത്ത് വെക്കണം. കണ്ടോ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എത്ര ഇഞ്ചാണോ സീം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് മുതലേ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി വീസ്റ്റിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് താഴത്തോട്ട് വരുമ്പോൾ 1/2 ഇഞ്ച് മാത്രം മതി കേട്ടോ തയ്യൽ തുമ്പ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഞാനിവിടെ 2 സൈഡും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സെൻറ്ററിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. കണ്ടോ, ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് മറു സൈഡില്ലേ, ആ സെൻറ്ററിൽ തന്നെ മറു സൈഡിലെത്തും. അവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ ആ ഒരു സെയിം അളവിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത്. ആ ഒരു ഓപ്പൺ 2 സൈഡും ഒരുപോലെ ലെവലിൽ കിട്ടുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ എന്തെങ്കിലും ഷോ ബട്ടനോ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.